ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് മീനില്ലാതെ ഒരു മീൻ കറി തയ്യാറാക്കാം. ഞാനിത് വഴുതനങ്ങ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു നീളൻ വഴുതനയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ വഴുതനങ്ങയില്ലേ, ഉണ്ടൻ വഴുതന, അത് വേണേലും ഉപയോഗിക്കാം. ഒരു 3-4 എണ്ണം എടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. വഴുതനങ്ങ ഞാനിവിടെ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മുറിച്ചെടുക്കണം. ഒത്തിരി കനം കുറച്ചിട്ടല്ല, കുറച്ച് കനത്തിൽ തന്നെ നീളത്തിന് മുറിച്ചെടുക്കുക. തീരെ കനം കുറഞ്ഞു പോയാൽ ആദ്യം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യും, പിന്നെയാണ് കറിയിലിട്ട് വേവിക്കുന്നത്. അപ്പോൾ ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞു പോകും, വഴുതന പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല ചേർക്കാം. ഏകദേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് മസാല വഴുതനയിൽ പുരട്ടി വയ്ക്കാം. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ഡ്രൈ ആയിട്ടുള്ള മസാല ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് പുരട്ടി വെക്കാം. അപ്പോൾ വഴുതനയിൽ മസാലയൊക്കെ പുരട്ടി വെച്ചു. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് നല്ലത്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മളിത് ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യുന്നില്ല, ജസ്റ്റ് വഴുതന ഒന്ന് ഫ്രൈ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. കുറച്ച് എണ്ണ മതി. എണ്ണ ചൂടാകുമ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ മസാല പുരട്ടി വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ഒത്തിരി സമയം വേവിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഴുതനങ്ങ പെട്ടെന്ന് വേവും. ഇനി നമ്മളിത് കറിയിലും കുറച്ച് സമയമിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ ആയാൽ മാത്രം മതി. അപ്പോൾ വഴുതനങ്ങ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് മതി. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി കുറച്ചും കൂടി വലിയൊരു പാത്രം എടുക്കുക. ഇതിനകത്താണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. ഞാൻ ഈ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങളെപ്പോഴും എന്നോട് ചോദിക്കാറുള്ളതാണ്, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാൻ ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. ഞാൻ US-ലാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. US താമസിക്കുന്നവരാണെങ്കിൽ ഞാൻ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണിത്. ഇനി നിങ്ങൾ നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും. ആമസോൺ ഇന്ത്യയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ആമസോൺ ഇന്ത്യയിൽ നോക്കിയാൽ മതി. ഇനി ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി 2-3 ചെറിയ പീസുകളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. അതും ഈ ചെറിയ ഉള്ളിയുടെ കൂടെ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ചെറിയ ഉള്ളി ഒന്ന് വാടി വന്നാൽ മതി. അതുവരെ ഇത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണ്ടത്, ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കാശ്മീരി മുളക് പൊടിക്ക് പകരം നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. ഇപ്പോൾ പൊടികളൊന്ന് മൂത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി ഇനി നന്നായിട്ട് വെന്ത് ഈ മസാലയുടെ കൂടെ ഒന്ന് ചേരണം. നമ്മൾ നേരത്തെ തന്നെ പൊടികൾ ചേർത്തത് കാരണം കുറച്ച് സമയം ഇങ്ങനെ ഇളക്കുമ്പോൾ ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വേണ്ട കേട്ടോ, 2-3 ടേബിൾ സ്പൂൺ അത്രയും മതി. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കാം. ആ തക്കാളി നന്നായിട്ട് വെന്തുടയണം. ഇതുപോലെ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് ആ മസാലയുടെ കൂടെ ചേരണം. ഇനി നമുക്ക് പുളി ചേർക്കാം. ഞാൻ കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. 2 കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഒഴിക്കുന്നത്. പിന്നെ ഈ പുളിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. 2 കഷ്ണം കുടംപുളി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് അത്യാവശ്യം പുളി ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അത്രയും പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 കഷ്ണം എടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യണം.
ഇനി ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. 2 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ രണ്ടാം പാലാണ് ഒഴിച്ചത്. പിന്നെ ഈ കറിയിൽ തേങ്ങാപ്പാലിന് പകരം വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം മീനിൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിൽ വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തേങ്ങാപ്പാൽ തന്നെ ആയിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കറി കുറച്ചൊന്ന് വറ്റി കുറുകിയതിന് ശേഷം വഴുതനങ്ങ ചേർത്താൽ മതി. കാരണം വഴുതനങ്ങ ഇനി കുറേ സമയം വേവേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം ഒന്ന് ഗ്രേവിയിലിട്ട് തിളപ്പിച്ചാൽ മതി. അതുകൊണ്ട് ഈ ഗ്രേവി ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം വഴുതനങ്ങ ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറി ഇതേ കുറച്ച് സമയമായിട്ട് തിളയ്ക്കുന്നു, കണ്ടില്ലേ? ഒന്ന് വറ്റി കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായാൽ മതി. ഇനി വഴുതന ഇട്ടിട്ട് കുറച്ച് സമയം കൂടി തിളപ്പിക്കും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റും. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കൊന്നും വേണ്ട. ജസ്റ്റ് ആ വഴുതനങ്ങയുടെ പീസസ് ഒന്ന് താഴ്ത്തി കറിയിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് അത്രയും മതി. അപ്പോഴേക്കും ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് വറ്റി വരും. അതുവരെ ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ കറി വീണ്ടും ഒരു 3-4 മിനിറ്റ് ആയിട്ട് തിളപ്പിക്കുകയാണ്. കുറച്ചും കൂടി ഗ്രേവി വറ്റിയിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ അല്ലെങ്കിൽ 1-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്പൂണിട്ട് ഇളക്കരുത്, കാരണം വഴുതനങ്ങ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ മീൻ കറിയൊക്കെ ചെയ്യുന്ന പോലെ പാനൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ പാല് കറിയിലങ്ങ് ചേർന്നോളും. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നല്ല അടിപൊളി വഴുതനങ്ങ കൊണ്ടുള്ള മീനില്ലാത്ത മീൻ കറി തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിന് നല്ലൊരു കറിയാണ്. നല്ല കുടംപുളി ഇട്ട മീൻ കറി കൂട്ടി ചോറ് കഴിക്കില്ലേ, അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അന്നൂസ് കിച്ചൺ.